എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷവും ചില വീടുകളിൽ അമ്മായിമ്മമാരുമായിട്ട് ഭയങ്കരമായ ബോട്ടികൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ കാണാറുണ്ട്. അപ്പോൾ അമ്മായിയമ്മമാരെ പാട്ടിലാക്കാൻ മരുമകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ചുള്ള ഒരു 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞ മരുമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഫോർവേഡ് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഒരു നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിവാഹം എന്നത് ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് കൂടിയാണ്. വിവാഹശേഷം ഒരു സ്ത്രീക്ക് ഒന്നല്ല 2 കുടുംബങ്ങളുണ്ടാകും. ഒന്ന് അവൾ ജനിച്ചിടത്തും മറ്റൊന്ന് അവളുടെ ഭർത്താവിൻ്റെ വീടും. ഇന്ത്യൻ പാരമ്പര്യ പ്രകാരം വിവാഹശേഷം പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിലാണ് ജീവിക്കേണ്ടത്. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അമ്മായിയമ്മയെയും അമ്മായിയപ്പനെയും പോലെ കാണാതെ സ്വന്തം അമ്മയും അച്ഛനുമായി കണ്ടു ജീവിക്കുന്നതാണ് നമ്മളുടെ പാരമ്പര്യം. ഓരോ പെൺകുട്ടിയും തൻ്റെ വീട്ടിൽ ബഹുമാനവും സ്നേഹവും ലഭിക്കുന്നത് പോലെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും അതെല്ലാം ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിനായി നിങ്ങളുടെ അമ്മായിയമ്മയുടെ വീട്ടിൽ നിങ്ങൾക്ക് നല്ല മതിപ്പ് ഉണ്ടായിരിക്കണം. അമ്മായിയമ്മയുമായി ചേർന്ന് പോകാൻ ദൃഢമാക്കാൻ നല്ല ബന്ധം ആവശ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വിവാഹശേഷം ഒരു പെൺകുട്ടി അവളുടെ അമ്മായിയമ്മയെ ആകർഷിക്കാനും അവരുടെ സ്നേഹം നേടാനും ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്നേഹത്തോടെ പെരുമാറുക. വിവാഹവേളയിൽ ബന്ധുക്കളും അവരുടെ കുട്ടികളുമെല്ലാം കാണും. ഭർത്താവിൻ്റെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുസൃതിയും ബഹളവും ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കും. എന്നാൽ അവരുടെ വികൃതികളിൽ നിങ്ങൾ പ്രകോപിതരാകരുത്. ശാന്തത പാലിക്കുക. കുട്ടികളോട് സ്നേഹപൂർവ്വം പെരുമാറുക. വീട്ടിലെ കുട്ടികളുമായുള്ള സൗഹൃദം നിങ്ങൾക്ക് അമ്മായിയമ്മയുടെ ഹൃദയത്തിൽ നല്ല ഒരു ഇടം നേടിത്തരും. അടുത്തത് വീട്ടുജോലി അറിഞ്ഞിരിക്കുക. എല്ലാ അമ്മായിയമ്മമാരും തൻ്റെ മരുമകളിൽ നല്ല ഒരു വീട്ടമ്മയുടെ ഗുണങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ അടുക്കള ജോലിയിൽ വൈദഗ്ധ്യമുള്ളവളാണെങ്കിൽ, പ്രത്യേകിച്ച് രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അമ്മായിയമ്മമാരെ വേഗത്തിൽ പാട്ടിലാക്കാനാകും. നിങ്ങൾ നല്ല ഭക്ഷണം പാകം ചെയ്ത് നിങ്ങളുടെ അമ്മായിയമ്മയ്ക്കും വീട്ടിലെ മറ്റുള്ളവർക്കും നൽകുകയാണെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അടുത്തത് സൗഹൃദമാണ്. നല്ലൊരു മരുമകളാവാൻ നിങ്ങളുടെ അമ്മായിയമ്മയുടെ പിന്തുണ ആവശ്യമാണ്. അമ്മായിയമ്മയുമായി സൗഹൃദം സ്ഥാപിക്കുക. അതായത് അവരുടെ കൂടെ നടക്കുക, അവരോടൊപ്പം ഷോപ്പിംഗ് പോകുക, നിങ്ങളുടെ അമ്മായിയമ്മയ്ക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ അമ്മായിയമ്മമാരുമായി നല്ലൊരു ബന്ധത്തിലാണെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കും. മറ്റുള്ളവരെ മോശമായി സംസാരിക്കരുത്. നിങ്ങളുടെ അമ്മായിയമ്മമാരുടെ മുന്നിൽ മോശമായി സംസാരിക്കരുത്. വീട്ടിലെ മറ്റുള്ളവരുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും അവരോട് പറയരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ അമ്മായിയമ്മമാരുടെ മുന്നിൽ പറയരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളെക്കുറിച്ച് തെറ്റായ ചിന്തകൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടേക്കാം. ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുക. നിങ്ങളുടെയും ഭർത്താവിൻ്റെയും ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകരുത്. അമ്മായിയമ്മയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അറിയുക. നിങ്ങളുടെ അമ്മായിയമ്മയുടെ ഹൃദയം കീഴടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോടൊപ്പം ഷോപ്പിംഗ് പോകുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക. ഓരോ കാര്യത്തിലും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം കൂടുക. അടുത്തതായി നന്നായി ഒരുങ്ങുക. അമ്മായിയമ്മയെ പാട്ടിലാക്കാൻ അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആകർഷിക്കേണ്ടത് ആവശ്യമാണ്. സൗന്ദര്യമാണ് ആദ്യം തന്നെ മതിപ്പുളവാക്കുന്ന ഒരു കാര്യം. വിവാഹം കഴിഞ്ഞ് നവവധുവിനെ കാണാൻ അതിഥികൾ വന്നുകൊണ്ടിരിക്കും. അവസരത്തിനൊത്ത് വസ്ത്രം ധരിക്കുക. അധികം മേക്കപ്പ് ഒന്നും ധരിക്കേണ്ട കാര്യമില്ല. കുറച്ച് മേക്കപ്പും മനോഹരമായ വസ്ത്രങ്ങളും കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം മികച്ചതാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മായിയമ്മപ്പോരും നിർത്താനായിട്ടും അമ്മായിയമ്മയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതാണ്.